കിടക്കയിൽ ആവണിത്തന്നലായവരലഞ്ഞു അവരുടെ സ്നേഹം മോഹന സന്ധ്യ. ഹലോ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഞായറാഴ്ച 25-ാം തീയതിയാണ് ഇട്ടാൽ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ദിവസമാണ്. ആ ഒരു അടിപൊളി ദിവസം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, എവിടെയായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടാലോ അല്ലേ. സമയം ഇപ്പം 5 മണിയായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റും കുറേ പരിപാടികളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും വിളിക്കണം. ഇവിടെ പൊന്നു എഴുന്നേറ്റുണ്ട്, കാത്തു പൊന്നു എഴുന്നേറ്റ് പാടെയാണ്. കാത്തു പറഞ്ഞായിരുന്നു അവർക്ക് പാൽ കൊടുത്ത് ഉറക്കാണ്. ഇനി കുഞ്ഞിനെ വിളിക്കണം, അമ്മേനെ വിളിക്കണം, എല്ലാവരെയും വിളിച്ച് സെറ്റാക്കണം. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണണ്ടേ നമുക്ക്. ഇപ്പം നമുക്ക് കണ്ടാലോ അല്ല. പിന്നെ പൊന്നു പറയും എന്താ അവസ്ഥ, വാര്യല്ലേ നന്നായിക്കൂടെ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ. ഉറങ്ങിയിട്ടില്ല അല്ലേ? അപ്പം ഞാൻ അവരെല്ലാവരും പോയിട്ട് വിളിക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ അവരെല്ലാവരും പോയി വിളിച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കൊരു ഗ്ലാസ് കട്ടൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. രാവിലെ കട്ടൻ കുടിക്കാൻ പോയി. അപ്പോൾ കട്ടനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ പല്ല് വെച്ചു. ഇനി അത് കാണിച്ചിട്ട് ഇനി നിങ്ങൾക്ക് ചിലവർക്ക് കുരു പൊട്ടും, അത് കാരണം ഞാൻ അത് മാറ്റിയത്. ഇനി കട്ടൻ ഉണ്ടാക്കട്ടെ. പൊന്നാ ചേച്ചി നീക്ക്, ഞാനിവിടെ ഒക്കെ സെറ്റ് ചെയ്തണ്ടാ. ഞാൻ ഏസിന് വേണ്ടിയിട്ട് ഇതൊക്കെ. അപ്പോൾ പൊന്നു എഴുന്നേൽപ്പിക്കട്ടെ. ഞാൻ വിളിച്ച കുഞ്ഞ കയറിയുണ്ട്. അപ്പം ഞാൻ പെട്ടിയും കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് സ്റ്റീൽ ബോഡി ബേബേ. അപ്പോൾ പൊന്നിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചായ കുടിക്കുക. ഇവിടെ ഇന്നലെ തന്നെ നമ്മൾ സാരിയും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെച്ചു കൂട്ടാ. നമ്മൾ സാരിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ട് ഇന്നലെ രാത്രി തന്നെ അയൺ ചെയ്ത് നമുക്ക് നേരത്തെ തീർക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇവർക്ക് വെള്ളമായ ചായ, നമ്മുടെ ചായ സെറ്റായിട്ട്. അപ്പോൾ ഞാൻ ഇനി ചായ കുടിക്കട്ടെ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം. ഇന്നത്തെ ദിവസം തകർക്കുന്ന ദിവസമാണ്. അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ ചെറുതെന്നല്ല വലിയൊരു പ്രോഗ്രാമാണ്. കാരണം ഒരു 4-5 ദിവസത്തെ ഓട്ടത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ആ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസത്തിൽ കാണാം. അടിപൊളിയാവും, തകർക്കും നമ്മൾ. അത് പിന്നെ കുറേ പേർക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നവരുണ്ട്. അവർക്കുള്ള ഉത്തരം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇതായിരുന്നു കുഞ്ഞിൻ്റെ എന്താ അതൊക്കെ നമുക്ക് തീർത്തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പോൾ നേരത്തെ ഇത് വീഡിയോ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. പക്ഷെ അവൾക്ക് ലെൻസ് വെക്കാൻ തന്നെ നമുക്കൊരു 1/2 മണിക്കൂർ വേണം. അത് ഞങ്ങൾക്ക് കുഞ്ഞിനായാൽ അറിയാം. 1/2 മണിക്കൂറില്ലാതെ കുഞ്ഞിന് ലെൻസ് കയറില്ല കണ്ണിക്ക്. ഇനി കല്യാണം ഇതിനൊക്കെ ഞങ്ങള് 1 മണിക്കൂർ മുന്നേ ലെൻസ് വെക്കാൻ സ്റ്റാർട്ട് ചെയ്താലാണ് അതൊക്കെ സെറ്റ് ആവുള്ളൂ അല്ല പൊന്നോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണിച്ചു തരാം ലാസ്റ്റ് ലുക്ക് എങ്ങനെയാണെന്നുള്ള സംഭവം. സിമ്പിളാണ് ആണാ, പവർഫുൾ അല്ല പൊന്നോ. ഞങ്ങൾ കുറേ ഐഡിയാസ് ഉണ്ട് നമുക്ക്. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഇന്നത്തെ കുഞ്ഞിൻ്റെ അത് നമുക്ക് ചെയ്യാം. അമ്മോട് പറയാം ഫോൺ കുത്തിയേക്ക്. അപ്പോൾ പൊന്നു അത് ചെയ്യട്ടെ അല്ല പൊന്ന. എന്നിട്ട് പൊന്നൂന് ഒരുങ്ങണം, എനിക്കൊരുങ്ങണം. ആദ്യം ഇവളെ സെറ്റാക്കിയിട്ട് വരണം, എന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ പരിപാടികളും. അല്ല, ആൾക്കാർ വരുമ്പോൾ ഇവള് വേണ്ടേ. ആൾക്കാർ വരുമ്പോ ഇവള് വേണ്ട മുന്നിൽ നിൽക്കാൻ. ഇവളും അച്ഛനും അമ്മയാണ് ഫ്രണ്ടിൽ വേണ്ടത്. ഞങ്ങള് പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അടിപൊളിയായിട്ട് വരും. അങ്ങനെ ഇപ്പൊ പറഞ്ഞേ, ഇപ്പൊ ഇവളെ കാണാൻ ആൾക്കാരും ഇല്ലേ? ബന്ധക്കാരൊക്കെ ഫസ്റ്റ് നമ്മളെയാണോ നോക്കുക? ഫസ്റ്റ് കുഞ്ഞൻ എവിടെയാന്ന് ചോദിക്കുക, അറിയില്ല. ഫസ്റ്റ് കുഞ്ഞൻ എവിടെയാന്ന് ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മളെ ചോദിക്കുള്ളൂ. നമ്മളൊക്കെ ചോദിച്ച് ആരും ഒന്ന് കടവാതിലായിട്ട് വരുന്നുണ്ട്. കുക്കനാണ് കുക്കൻ. അപ്പം ഞങ്ങൾ പണിയെടുക്കട്ടെ. അപ്പോൾ കുഞ്ഞിൻ്റെ ഐ മേക്കപ്പ് കഴിഞ്ഞു ഇല്ല പൊന്നോ? ഇതാ ഐ മേക്കപ്പിൻ്റെ ഫിനിഷിങ് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട് പൊന്നാ? ഇത് ഞങ്ങൾ പുതിയ ഇതിറക്കിയതാ അല്ലേ. ഇവിടെ കുണുക്കായിരുന്നുണ്ട്. കുണുക്കാൻ നേരെ ഇരിക്കുമോ? വീഡിയോയിൽ കാണുമ്പോൾ എന്തോ പോലെ
വയറിന്റെ അല്ല, വേറെ എന്തൊക്കെയോ ഇവിടെ പ്രൊജക്ഷൻ വരുന്നത്. അപ്പൊ ഇതാ കുഞ്ഞന്റെ ഇനി ബാക്കിയുള്ള പരിപാടി ഒന്നുമില്ല. എന്റെ സേട്ടോ എങ്ങനെയുണ്ട് കുഞ്ഞാ? ലാസ്റ്റ് കുഞ്ഞന്റെ അഭിപ്രായം ചോദിക്കട്ടെ. അത് നല്ലത്. എല്ലാം കഴിഞ്ഞിട്ട് അതായിരിക്കും ഏറ്റവും ബെറ്റർ. കുഞ്ഞിന് പിന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്. എല്ലാം അതങ്ങനെ തന്നെയാ. നീ അവളോട് ഒരു കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞെ, ഡ്രസ്സ് എടുക്കാൻ പോവാണെങ്കിൽ കൂടി അവള് അഭിപ്രായം നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാ? എന്തെങ്കിലും ഒരു അഭിപ്രായം അവള് കൃത്യമായിട്ട് പറയണ്ട. അവളെല്ലാം ഇപ്പൊ അച്ഛൻ അമ്മ നീ അങ്ങനെ എന്ത് പറയണു? നിനക്കൊന്നും പറയാനില്ലേ ഈ ഒരു സാഹചര്യത്തില്? സന്തോഷം. തീർച്ചയായിട്ടും. സമയം 8 മണിയായി, 7:30 ഉണ്ടാവും. 7:45 ഉണ്ടാവും. ഇനി കല്യാണം ഉണ്ട്, ആദ്യം എൻഗേജ്മെന്റ് അല്ലേ? പരിപാടികൾ സമൃദ്ധിയാണ്. ഇപ്പൊ എങ്ങനെ പറഞ്ഞ അവളുടെ ഷെയ്ഡ് തന്നെയാ? അത് ഞങ്ങൾ എപ്പോഴും എല്ലാ ബ്രൈഡ്സിനോടും പറയാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് കൃത്യമായിട്ട് പറയാ. അറിയാം, നമുക്ക് അറിയാവുന്ന കേസാണ്. കുഞ്ഞിന്റെ കേസ് മേക്കപ്പിന്റെ ആയാലും ഹെയറിന്റെ ആയാലും കൃത്യമായിട്ട് നമുക്ക് അറിയാം അല്ലേ? അയ്യോ കേളിങ് ഒക്കെ പറ്റാത്ത ആളാ. അത് നമുക്ക് കണ്ടുള്ള ഇതാട് നമുക്ക് ഇവളെന്നെ വേറെ ഇതിൽ കാണാൻ പറ്റില്ല. കണ്ടുള്ള ഒരു ഇതില് എപ്പോഴും അങ്ങനെ തന്നെ നമുക്ക് പറ്റുള്ളൂ അല്ലേ? എന്തിനാ ടെൻഷൻ അടിക്കണേ? എന്നാലും എത്ര പേരുടെ മുന്നിൽ കുഞ്ഞു നിൽക്കണേ. അല്ല ഞാൻ എല്ലായിടത്തും പോയി വിചാരിക്കും ഇങ്ങനെ കേട്ടോ. ഞാൻ ബ്രൈഡ്സിനെ ആയാലും ടെൻഷൻ അടിപ്പിച്ച് കരയാത്ത ബ്രൈഡ്സിനെ വരെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ട് ഇല്ല വല്ല? ആര്? ആ അന്നത്തെ ബ്രൈഡ്. ചേച്ചിക്ക് ചേട്ടനെ വേണമെന്നുണ്ടാ? എങ്ങട്ടാടാ? എന്തിങ്ങട്ട്? ആ കൊടുങ്ങല്ലച്ച്. കൊടുങ്ങല്ലൂർ കാട്ടോ കുട്ടി ഉദ്ദേശിച്ച അല്ലേ? കൊടുങ്ങല്ലൂർ. എന്താ കുഞ്ഞധികം കാര്യത്തിൽ രക്ഷപ്പെട്ടത് ഭരണിപ്പാട്ടിന് ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് കൊണ്ട്. കുണുക്കന്റെ വക ഗാനം ആലപിക്കാനായി സ്റ്റേജിലേക്ക് വിളിക്കുന്നു. കുണുക്ക പാടാ, പാട്, പാട്ട് പാട്. ഇപ്പം പാടി പാട്ടെങ്ങനെ? ചേട്ടന്റെ വീട് ഏടിയാണ്, കുഞ്ഞിന്റെ ചേകയുടെ വീടാണ്, ചെങ്ങിന്റെ ചേക്കയുടെ വീടാണ്. അതില് ഏറ്റവും രസം എന്താ അറിയോ? അവന്റെ കുണ്ടിളക്കല പൊതപ്പിന്റെ ഉള്ളിൽ കൂടിയായിട്ട് കൊടുങ്ങുള്ളു കൊള്ളക്കൊള്ള നന്നായി കൂടെ അമ്പാനെ. കുളി കഴിഞ്ഞില്ലേ നിന്റെ? കുളി കഴിഞ്ഞില്ലേ? കുണുക്കന്റെ ഷർട്ട് അടിപൊളി ഷർട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടായി. പൊളി ഷർട്ടാ അമ്പാനെ. അച്ഛനെ പറ്റിയ ഓ നമ്മളൊന്നും വേണ്ടല്ലോ ഇപ്പൊ. നല്ല കാര്യം. ഇതിലിപ്പൊ ടിസ്റ്റ് വരണ കാണിച്ചു തരാട്ടെ എന്താന്ന് അവസ്ഥ. അതാണ് എനിക്ക് ടെൻഷൻ. എനിക്ക് നല്ല പേടിയുള്ള ഒരു കാര്യണ്ട്, ഞാൻ കാണിച്ചു തരാം അത് എന്താന്ന് ലാസ്റ്റ്. അതന്നെ എനിക്ക് അതാ പേടി. അതെനിക്ക് നല്ലൊരു പേടിയുണ്ട്. നോക്കി നോക്കട്ടെ. ഞാൻ അതിനെന്തെങ്കിലും ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് ഞാൻ ഇറങ്ങുള്ളൂ പന്നെ ഇവിടുന്ന്. അപ്പൊ പൊന്നുവിനെ ശല്യം ചെയ്യണ്ട, അവള് പണിയെടുക്കട്ടെ. അമ്മ അടുക്കളയിൽ എന്തോ കാര്യം. അമ്മ എന്ത് മിക്സിയിൽ അടിക്കണ ഇപ്പൊ? ജ്യൂസ് എന്തിനാ അടിക്കണേ? അപ്പൊ അമ്മ അടുക്കളയിൽ എന്തോ പണിയുണ്ട്. ഞങ്ങളുടെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുണുക്കന്റെ പണി ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭാനെ ശ്രദ്ധിക്കട്ടാ. തലയിൽ ബുദ്ധി ഉണ്ടാ? ഇതിനെന്തില്ല പണി കൊടുക്ക? ആ ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളൂ. എന്റെ വീട്ടിൽ പാവം കിട്ടുക. ഇവിടെ ഒരാള് വരുന്നുണ്ട്. അമ്പാനെ ഇത് പാപ അമ്മേനെ സഹായിച്ചിട്ട് വരിക അല്ലേ?
ആ ബാക്കില് ലിപ്സ്റ്റിക്കിന്റെ പാടില്ലേ അതിന്റെ സൃഷ്ടാവാട്ട ഇത്. ചുമന്റെ മുകളിലൊക്കെ ഉമ്മ വെച്ചിട്ട് അജയ് വേണ്ട വേണ്ട ഓക്കെ കുണിക്ക് ഉമ്മ വെച്ചാണ് ഇതൊക്കെ. അല്ല കുണിക്കാ വേണ്ട എന്താ ഇത് ശരിയായി. അത് കലോത്സവത്തിന് മാർക്കിടാൻ വിട്ടതല്ല നിന്നെ ഈ ഭംഗി നോക്കിയിട്ട്. അവിടെ ഉണ്ടാ ഇതെല്ലാം നിന്റെ കഴിവല്ലേ? വെറുതെ അല്ലേ ചുണ്ട് പൊട്ടിയ നിന്റെ ചുണ്ടിന്റെ മുകളിൽ പൊട്ടില്ലെന്ന് പറഞ്ഞിട്ട് നടക്കണ ആളാ. വെറുതെ അല്ലേ ചുണ്ടൊക്കെ പൊട്ടിയത്. കുഞ്ഞിന് മീശ വന്നാ അത് നമുക്ക് കളയാടാ. കുഞ്ഞ് വെളുത്തൂല ഇതെന്താ പറയാ ദുബായില് വേണമ്പോ ഇംഗ്ലീഷുമാരെ സായിപ്പന്മാരെ പോലെ. അതാണ് കവി ഉദ്ദേശിച്ചത്. സോറി ഞങ്ങള് തല്ലൂടും അലമ്പുണ്ടാക്കും അല്ല വല്ല. എനിക്കല്ലാണ്ട് വേറെ ആർക്കും എന്താ പറയണ്ട പറ്റും. സിനിമ നടിയുടെയാ കുഞ്ഞ കോംപ്ലിമെന്ററി. നീ സിനിമ നടീനെ പോലെ ഉണ്ട്. അതാരും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താ ഏത് നടിയായിരുന്നു പറഞ്ഞ? അറിയില്ല. എന്തായാലും ശല്യം ചെയ്യില്ല. നമ്മളെ കുഞ്ഞിന്റെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു കേട്ടാ. ഇനി ഹെയർ ആണ്. ഹെയറിന്റെ മുകളിൽ എനിക്കുള്ള പണികളാണ് അല്ലേ? അപ്പൊ നമുക്ക് ക്രിം ചെയ്താലോ? അടിപൊളിയാക്കാം. ഓക്കെ. ഇവിടെ ഗംഭീര തീറ്റയാക്ക ഞാന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞാ കഴിഞ്ഞു പോവാ. ഓക്കെ ആയില്ലേ? സെറ്റ്. നമ്മളെ പെണ്ണും കുഞ്ഞും കാത്തുമ്മ അപ്പഴത്തെത്തിയേ വാശിയാട്ടാ. അതിലേ വിളിച്ചില്ല വണ്ടിയിലുണ്ട്. റൂമിന്റെ ഒക്കെ കോലം കണ്ടില്ലേ? ഇതൊക്കെ വന്നിട്ട് റെഡിയാക്കണം. ഓക്കെ വന്നിട്ട് സെറ്റാക്കാം. പോവാ. അങ്ങനെ ഇതാ നമ്മളവിടെ എത്തിയിട്ട് 1-2 മണിക്കൂർ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും വന്നു. അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാ പിന്നെ അവിടെ എത്തുമ്പോഴും കയറുമ്പോഴേക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതും എടുക്കാൻ പറ്റിയില്ല. നല്ല തിക്കും തിരക്കൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവരെന്തോ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. ഈ ടൈമിൽ ഞാനൊരടുത്തില്ല കേട്ടോ. ഞാൻ അപ്പുറത്ത് എല്ലാവരോടും സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ടൈമിലൊക്കെ ഞാൻ ഏറ്റവും ബാക്കിലാണ്. ഞാൻ അവരെ കാണാൻ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കണ്ട അവിടെ എന്നെ കാണണം. മഞ്ഞാർബൻഡിൻ്റെ കാത്തുവിൻ്റെ. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ. അവിടെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു. നമുക്കൊരു പരിപാടി വരുമ്പോൾ അറിയാമല്ലോ. നമുക്ക് എല്ലാവരോടും വർത്താനം പറഞ്ഞിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ വീഡിയോയ്ക്ക് നിൽക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ഈ വീഡിയോസ് എൻ്റെ സൈഡിനായിട്ട് എടുത്തത്. അമ്മയ്ക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല. അമ്മയ്ക്കും പരിപാടിയും കാര്യവും തിരക്കൊക്കെ ആകുമ്പോൾ അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് തന്നെ. ഞങ്ങളെല്ലാവരും കുറച്ച് ഭാഗങ്ങളൊക്കെ അവനാണ് വീഡിയോ കവർ ചെയ്ത് തന്നെ. പിന്നെ അച്ഛൻ എപ്പോഴാട്ടോ കയറി വരുന്നത്. നിറയെ തിരക്കേക്കാനും അച്ഛനും അവനൊന്നും ആദ്യം കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവനെ വിളിച്ച് കയറ്റി ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. പിന്നെ അച്ഛനും അമ്മയും അവനെ കൂടി ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ കാണുന്നത്. കാരണം ഞാൻ അവിടെ വർത്തമാനത്തിലേക്കാൻ ഇതൊന്നും കണ്ടില്ല. പിന്നെ മേളിൽ കയറിയിട്ടാട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തത്. ഇവിടെ എന്തോ കുഞ്ഞൻ പറയുന്നുണ്ട്. കുഞ്ഞ് സിമ്പിളായിട്ടാട്ടോ മുല്ലപ്പൊക്കെ വെച്ച്. എന്തോ ഓവറായിട്ട് നമ്മൾ സ്ഥിരം വെക്കുന്ന പോലെ കുറേ മുല്ലപ്പൊന്നും വെച്ചില്ല. കുറച്ച് പൂ വെച്ചുള്ളൂ. ഞങ്ങൾക്ക് എന്നും ഈ ഒരു ലുക്കിനോടാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇപ്പോൾ വന്നപ്പോഴും കുഞ്ഞൻ്റെ ഗോകുലിനും ഇങ്ങനത്തെ ലുക്ക് തന്നെയാണ് കുഞ്ഞിന് കാണാൻ ഇഷ്ടമൊക്കെ ഉള്ളത്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് ഇഷ്ടം. അപ്പം പിന്നെ നമ്മൾ എന്തായാലും അങ്ങനത്തെ ലുക്കിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ എന്തൊക്കെയോ വർത്താനം പറയണെന്ന്. മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ,
കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്? മിന്നടി മിന്നടി മിന്നാമീനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ, മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ. പിന്നെ അച്ചാച്ചനെ കയറ്റിയിരിച്ച് അച്ചാച്ചനെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. പിന്നെ അച്ചാച്ചനും ഇവരൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ തന്നെയാണ് കാണുന്നത്. പിന്നെ ഞാനും തിരക്കിലായിരുന്നു. കാത്തുമ്മയും ഭയങ്കര വാശിയായിരുന്നു. ഇത്ര ആൾക്കാരെ കണ്ടതിൻ്റെ കാത്തുമ്മയും ഭയങ്കര വാശിക്കായിരുന്നു. പിന്നെ ആരോ വന്നതിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കൂടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് മേളിൽ പോയി ഫോട്ടോ എടുക്കാം, ഇവിടെ തിക്കും തിരക്കില്ലേന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി മേളിലേക്ക് പോയിട്ടാ. അപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാത്തുമ്മ ഉണ്ട്, എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും മാറി മാറി നോക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോരെ, കാത്തുവിനെ ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ഉണ്ണിനെ കൊടുത്ത് ഞങ്ങൾ മേളിലേക്ക് പോയിട്ടാണ്. അവിടെ പോയി കുറേ നേരം ഫോട്ടോ എടുക്കലും പിന്നെ കുറേ വർത്തമാനം പറയലും ചെറിയ കളിയൊക്കെ ആയിരുന്നു. വേണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞാനിവിടെ എന്താ ഒറ്റയ്ക്ക് നിന്ന് അവരാദ്യം പോയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നാട്ടോ. പിന്നെ എന്നോട് പറഞ്ഞ് മേളിലേക്ക് പോയിക്കോളാം, കാത്തും വേണ്ട. എല്ലാവരും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. ചക്കമ്മയും കാത്തും വണ്ടിയിൽ ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ എത്തിയപ്പോൾ അവർ രണ്ടാളൊന്നും ഉഷാറാവാനുള്ള ടൈം എടുത്തു. കാത്തുമ്മ പക്ഷെ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കൂടുതൽ ടൈമും. അതേപോലെ കൂടുതൽ ടൈം അച്ഛൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ മേളിൽ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ ഞാൻ ഈ കാര്യം വിട്ടു. പിന്നെ ആരോ എന്നോട് വന്നിട്ട് കാത്തു എവിടെ ചോദിച്ചപ്പോഴാണ് അയ്യോ എൻ്റെ മോളെ അച്ഛൻ്റെ ഏൽപ്പിച്ചിട്ടാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പോകുന്നത്. പെട്ടെന്ന് ശ്രദ്ധ വിട്ടു. എല്ലാവരോടും അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നപ്പോഴേ എന്താ എനിക്ക് വന്നപ്പോൾ അച്ഛൻ അവൾക്ക് എന്തോ ഓറഞ്ചൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ കുഞ്ഞി പെണ്ണെ, അപ്പടി ചൊത്തിരി പെണ്ണെ, അപ്പടി ചൊത്തിരി പെണ്ണെ, അപ്പടി ചൊന്തിരി പെണ്ണെ. ഇപ്പൊ കേട്ടാ അപ്പൊ വീഡിയോ വെക്കാനല്ലേ. പൊന്നോ എന്തേ കാത്തുമ്മ എന്തേ ഫോട്ടോ എടുക്കാനാ പറയട്ടാ. മിന്നാമീനുങ്ങേ മിന്നാമീനുങ്ങേ പാതിരാ കണ്ണുള്ള കുഞ്ഞേ, മിന്നാമീനുങ്ങേ മിന്നാമീനുങ്ങേ പാതിരാ കണ്ണുള്ള കുഞ്ഞേ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ, അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ, കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്? മിന്നടി മിന്നടി മിന്നാമീനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ, മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ കണ്ണേ. അവരെന്തായാലും ഫോട്ടോഷൂട്ടാണ്. കൊടുങ്ങല്ലൂരമ്പലം. പണ്ടോറ് വെയിലാട്ട.
അവരെ കാണാനില്ലല്ലോ. ഇതാ അവരവിടെ വരുന്നു. നല്ല വെയിലും നല്ല വെയിലാട്ടോ. അവർ പിന്നെ ഗംഭീര ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ശല്യം ചെയ്യണ്ടല്ലോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ബസ്സിൽ പോയിട്ടാണ്. അപ്പം കാത്തും പൊന്നും ഞാനും കുഞ്ഞനാണ് ഉള്ളത് കാറിൽ പോകാനായിട്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഏകദേശം ഇനി വീട് എത്തിയിട്ട് ഇന്ന് ബാക്കിയുള്ളതും കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പൊന്നുൻ്റെ ഇതൊക്കെ കോസ്റ്റ്യൂമൊക്കെ അവസാനിച്ചു. കാരണം കാത്ത് ഭയങ്കര വാശിയായിരുന്നു. അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാട്ടാ സെൽഫി പിടിക്കാം. സെൽഫി വേണ്ട. കാണാമല്ലോ. അപ്പോൾ രണ്ടാളും കാണും. കാണാതിരിക്കില്ല. പറയും. അപ്പോൾ പരിപാടിക്ക് ഏകദേശം കഴിഞ്ഞു. അവിടുത്തെ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു കൊടുക്കാന്ന്. പരിപാടിക്ക് ഏകദേശം കഴിഞ്ഞ് ഇന്നും നേരെ വീട്ടിലേക്ക് പോകണം. ഇപ്പം എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതൊക്കെ നമ്മൾ വഴിയെ അമ്മയുടെ ചാനലിൽ പറയും. ഡേറ്റും ഡീറ്റെയിൽസൊക്കെ ഇതിലെല്ലാം ഭംഗിപ്പോയ കഴിഞ്ഞു. അറിയാൻ വയ്യാതില്ലേ? തീർച്ചയായിട്ടും നല്ല വയ്യാതി. ഞങ്ങൾ 4 മണിക്ക് എഴുന്നിട്ട് മേക്കപ്പെല്ലാം തുടങ്ങിയതാണ്. ഇതെല്ലാം ഭംഗി പോലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെയും അച്ഛൻ്റെയും ഷൂട്ട് കൂടിയും കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അമ്മയ്ക്ക് ഏകദേശം എത്താറായിട്ട് ചേറ്റുവൊക്കെ എത്തിയിട്ടുണ്ട്. ചേറ്റുവ അപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം സന്തോഷം. കാത്തുമ്മ വാശി പിടിച്ച് നമ്മളെ കുഞ്ഞിന്റെ ഗോകുൽ ഇതാ. ഞങ്ങളിലും കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മേര് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു, ഞങ്ങളിലും വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഏത് ഗോകുലാണ്, ഇതായിരുന്നെങ്കിൽ നടത്തായിരുന്നില്ല, എന്തിനാണ് പിന്നെ വേറെ ആളെ, അങ്ങനെ കുറേ കേസിൽ ഞാൻ ചൊറിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊന്നും നമുക്ക് മറുപടി ഇല്ല. ഇതാണ് നമ്മളെ കുഞ്ഞിന്റെ ഗോകുല് അല്ലേ? അല്ല, നമ്മൾ വെറുതെ ഇതായി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗോകുലിന്റെ പേരാണ് സെയിം ഉള്ളൂ, ആള് രണ്ടും വേറെ വേറെ തന്നെയാട്ടാ. അപ്പോൾ നമുക്കിനി ബാക്കി ഇനി എന്ത് ഇവിടെ അവസാനിപ്പിക്കല്ലേ? വീഡിയോ എത്തി കഴിഞ്ഞിട്ട് ടൈം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ പറഞ്ഞാലോ.